മൃഗസംരക്ഷണം, ക്ഷീരവികസനം, കോഴി വളർത്തൽ എന്നീ മേഖലകളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി കേന്ദ്ര സർക്കാർ നൽകുന്ന വലിയൊരു ആനുകൂല്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ആനുവൽ ഹസ്ബൻഡറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ AHIDF ലോൺ പദ്ധതിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളൊരു വലിയ പാൽ സംസ്കരണ യൂണിറ്റ്, ഇറച്ചി സംസ്കരണ കേന്ദ്രം അല്ലെങ്കിൽ മൃഗങ്ങൾക്കുള്ള തീറ്റ നിർമ്മാണ ഫാക്ടറി എന്നിവ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കോഴി വളർത്തൽ, മീൻ വളർത്തൽ, ഇങ്ങനെ പല പദ്ധതികൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ പദ്ധതി വഴി നിങ്ങൾക്ക് കോടികൾ വരെ ലോൺ ലഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏറ്റവും വലിയ ആകർഷണം എന്തെന്നാൽ ഈ ലോണിന്റെ പലിശയിൽ 3% ഇളവ് കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് നേരിട്ട് നൽകും എന്നതാണ്. ഇനി ഈ ലോണിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പദ്ധതിയുടെ ആകെ ചിലവിന്റെ 90% വരെ ബാങ്കുകൾ ലോണായി നൽകും. നിങ്ങൾ വെറും 10% പണം കയ്യിൽ കരുതിയാൽ മതിയാകും. പണം തിരിച്ചടയ്ക്കാൻ 8 മുതൽ 10 വർഷം വരെ സമയം ലഭിക്കും. അതിൽ ആദ്യത്തെ 2 വർഷം ലോണിന്റെ അസൽ തുക തിരിച്ചടയ്ക്കേണ്ടതില്ല എന്നൊരു വലിയ ആശ്വാസവുമുണ്ട്. ഇതിനെ മൊറട്ടോറിയം കാലയളവെന്ന് പറയും. ചെറുകിട സംരംഭകർക്ക് ഈ പദ്ധതി വഴി ഈടോ ജാമ്യമോ ഇല്ലാതെ തന്നെ വലിയ തുകകൾ ലോൺ ലഭിക്കാൻ സാബ് സംരക്ഷകർ വഴി ക്രെഡിറ്റ് ഗ്യാരണ്ടിയും സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. ഈ പദ്ധതി അപേക്ഷിക്കാൻ ആർക്കൊക്കെയാണ് അർഹത എന്ന് നോക്കാം. വ്യക്തിഗത സംരംഭകർ, സ്വകാര്യ കമ്പനികൾ, MSME രജിസ്ട്രേഷനുള്ള ചെറുകിട വ്യവസായികൾ, കർഷക കൂട്ടായ്മകൾ അഥവാ FPO, ക്ഷീരസഹകരണ സംഘങ്ങൾ എന്നിവർക്കെല്ലാം ഈ പദ്ധതി വഴി അപേക്ഷിക്കാൻ സാധിക്കും. ഈ ലോൺ പുതുക്കുന്നതിനായി നിങ്ങൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് ഘട്ടം ഘട്ടമായി തന്നെ പറയാം. ഒന്നാമത്തെ ഘട്ടം ആവശ്യമായ രേഖകൾ തയ്യാറാക്കുക എന്നതാണ്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസിനെ കുറിച്ച് കൃത്യമായ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഒരു കൺസൾട്ടന്റിന്റെ സഹായത്തോടെ തയ്യാറാക്കണം. ഇതിൽ നിങ്ങളുടെ ലാഭനഷ്ട കണക്കുകളും മെഷീനുകളുടെ വിലയും കൃത്യമായി ഉണ്ടായിരിക്കണം. ഇതോടൊപ്പം നിങ്ങളുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ബിസിനസ് തുടങ്ങാൻ പോകുന്ന സ്ഥലത്തിന്റെ ആധാരമോ അല്ലെങ്കിൽ വാടക കരാറോ കയ്യിൽ കരുതണം. നിലവിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ നികുതി അടച്ച രേഖകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റും ആവശ്യമാണ്. രണ്ടാമത്തെ ഘട്ടം ഓൺലൈൻ രജിസ്ട്രേഷനാണ്. ഈ പദ്ധതി പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് പ്രവർത്തിക്കുന്നത്. ഇതിനായി നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഒഫീഷ്യൽ പോർട്ടലായ AHIDF.udyammitra.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ കർഷകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്ന രീതിയിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും നൽകി ആദ്യം ഒരു അക്കൗണ്ട് എടുക്കുക. മൂന്നാമത്തെ ഘട്ടം അപേക്ഷ സമർപ്പിക്കലാണ്. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ പ്രൊജക്ടിന്റെ എല്ലാ വിവരങ്ങളും തുകയുമെല്ലാം കൃത്യമായി ഫോമിൽ പൂരിപ്പിക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പ്രൊജക്ട് റിപ്പോർട്ടും മറ്റ് വ്യക്തിഗത രേഖകളും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. ഏത് ബാങ്ക് വഴിയാണ് നിങ്ങൾക്ക് ലോൺ വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരവും ഇതിലുണ്ട്. സ്റ്റേറ്റ് ബാങ്ക്, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക് തുടങ്ങിയ മുൻനിര ബാങ്കുകളെല്ലാം ഇതിൽ ലഭ്യമാണ്. നാലാമത്തെ ഘട്ടം പരിശോധനയും ലോൺ അനുമതിയുമാണ്. നിങ്ങൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര മൃഗസംരക്ഷണ മന്ത്രാലയം നിങ്ങളുടെ പ്രൊജക്ട് പരിശോധിച്ച് അംഗീകാരം നൽകും. അതിനുശേഷം ഈ അപേക്ഷ നിങ്ങൾ തിരഞ്ഞെടുത്ത ബാങ്കിലേക്ക് ഓൺലൈനായി തന്നെ പോകും. ബാങ്ക് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ രേഖകളും സ്ഥലവും പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ ലോൺ തുക അനുവദിക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ ലോൺ പലിശ ഇളവ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കണമെങ്കിൽ ബാങ്ക് തിരിച്ചടവ് മുടങ്ങാതെ കൊണ്ടുപോകണം. ഏതെങ്കിലും വർഷം തിരിച്ചടവ് മുടങ്ങിയാൽ ആ വർഷത്തെ 3% പലിശ ഇളവ് നിങ്ങൾക്ക് നഷ്ടമാകും. ബാങ്ക് പലിശ നിരക്കുകളും വ്യവസ്ഥകളും സമയത്തിനനുസരിച്ച് മാറാറുണ്ട്. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുൻപായി നിങ്ങളുടെ അടുത്തുള്ള ബാങ്ക് ശാഖയിൽ നേരിട്ട് ചെന്ന് നിലവിലെ വിവരങ്ങൾ ഉറപ്പുവരുത്തുക. യാതൊരു കാരണവശാലും നിങ്ങളുടെ ബാങ്ക് OTP പാസ്വേഡോ ആരുമായും പങ്കുവയ്ക്കരുത്.